നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത സാമ്പാർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നന്ദി. ഇന്ന് ആ വീഡിയോയിൽ പറഞ്ഞ റൈസാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഡയറ്റിൽ കറികൾ LCHF രീതിയിൽ കഴിക്കാം എന്നതുപോലെ തന്നെ ചോറും കഴിക്കാം. മുന്നേ ഞാൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറ് എന്നിവ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് സാദാ ചോറാണ് വിഭവം. ഇത് സാമ്പാറുമായി മാത്രമല്ല എല്ലാ കറികളുടെയും കൂടെ കഴിക്കാം. മീൻ കറി, ഇറച്ചിക്കറി, പുളിങ്കറി എല്ലാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഫ്ലവർ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നിൻ്റെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പകുതി എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു 300 ഗ്രാം കോളിഫ്ലവർ ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ പുഴുവോ പ്രാണികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജേംസ് ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇതിൽ ചത്തുപോയിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചത്. ഇനി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ മേലെ ചത്തുപൊങ്ങി വരേണ്ടതാണ്. നല്ലൊരു ഫ്രഷ് കോളിഫ്ലവർ ആയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല തണുപ്പുള്ള ഫ്രിഡ്ജാണെങ്കിൽ ഒരാഴ്ച 10 ദിവസമൊക്കെ ഇതിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നിങ്ങൾ വെക്കുമ്പോൾ നല്ല ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു വെജിറ്റബിൾ ബോക്സിൽ അടച്ചു വെക്കണം. എല്ലാവരുടെ കയ്യിലുണ്ടാവും ഇതുപോലൊരു ഗ്രേറ്റർ. ഇതിൻ്റെ വലിയ ഹോളുള്ള ഈ ഭാഗത്ത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതി. ഞാനിത് കോളിഫ്ലവറിൻ്റെ പുട്ട് തയ്യാറാക്കിയ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് KETOയിലേക്ക് വന്നവരും അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള ഹോളുള്ള ഭാഗത്ത് വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതി. പിന്നെ ചോപ്പർ കയ്യിലുണ്ടെങ്കിൽ അതാണ് എളുപ്പം. ഞാനിപ്പോൾ ചോപ്പറിലാണ് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി 10 മിനിറ്റ് തിളച്ച വെള്ളത്തിലിട്ട് വെച്ച കോളിഫ്ലവറിനെ ഇതുപോലെ ചെറിയതാക്കിയിട്ട് കട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ചെറിയ ചോപ്പറാണ്, അപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെറുതാക്കി എടുക്കുന്നത്. പിന്നെ പലരും പറയാറുണ്ട് കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള തണ്ടൊക്കെ ഒഴിവാക്കിയേക്കും കേട്ടോ. ഒരിക്കലും മാത്രമാണ് എനിക്ക് കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്തത്. അത് നന്നായിട്ട് മൂത്ത വലിയൊരു കോളിഫ്ലവർ ആയിരുന്നു. ഇതുപോലെയുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുക്കാം. നാലഞ്ച് പ്രാവശ്യം പ്രസ് ചെയ്തപ്പോഴേക്ക് ഇതിങ്ങനെ നന്നായിട്ട് അരി പോലെ ആയിട്ടുണ്ട്. ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം പൊടിച്ചെടുത്തതും ഇപ്പോൾ ഇതാ ഈ എടുത്തിരിക്കുന്നതും ഇത്ര മതി. ഒരാൾക്ക് ഇത് ധാരാളം മതിയാകും. ഒരു 3 കോരി റൈസിൻ്റെ അത്രയുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഒന്ന് ക്വാണ്ടിറ്റി കുറയും, എന്നാലും ഒരാൾക്കിത് പാകാവും. ചൂടായ പാനിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. കോളിഫ്ലവർ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു 3 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. എണ്ണയും ഉപ്പും ഒക്കെ എല്ലായിടത്തും ഒന്നായി കിട്ടിയാൽ നമുക്കിത് അടച്ചു വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അതിന് ശേഷം തുറന്നിട്ട് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളോട് അടച്ച് വെക്കാം. ഇത് വെന്തിട്ടില്ല, അപ്പോൾ ഇനിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റി വരുമ്പോൾ വേവാകും. ഇപ്പോൾ ഇവിടെ റൈസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോളിഫ്ലവറിൻ്റെ ചോയ ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രശ്നം വരേണ്ട വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് വേവിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 മിനിറ്റ് വീതം അടച്ചു വെച്ച് വേവിച്ചോളൂ. അപ്പോൾ നന്നായിട്ട് മൂത്ത കോളിഫ്ലവർ ആണെങ്കിൽ വീണ്ടും വേവാനായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിലുള്ള വലിയ കഷ്ണം നോക്കിയിട്ട് വെന്തോന്ന് ടെസ്റ്റ് ചെയ്യാം. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ.
അപ്പോൾ നന്നായി വെന്ത് കഴിഞ്ഞാൽ കോളിഫ്ലവറിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും തോന്നിക്കില്ല. പിന്നെ എല്ലാവരും ചോദിക്കും റൈസിന് സമമല്ലല്ലോ എന്ന്. പക്ഷേ ഡയറ്റിൽ നിന്നുകൊണ്ട് റൈസിന് ഇതുപോലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേറെ ഇല്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കറികൾ മിസ് ചെയ്യാതിരിക്കാൻ, കറികളൊക്കെ കൂട്ടി കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഈ കോളിഫ്ലവർ റൈസ് തന്നെയാണ്. കോളിഫ്ലവർ റൈസ് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ചിലപ്പം അരിയുടെ അത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ട് തോന്നൂല. പക്ഷേ സാമ്പാറോ മറ്റെന്തെങ്കിലും കറികൾ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ഉഷാറാണ്, ചോറ് കഴിക്കുന്ന പോലെ തന്നെയാണ്. ഈ റൈസ് കഴിച്ചിട്ട് ഒത്തിരി ഇഷ്ടമായവരും ഉണ്ട് കേട്ടോ. എന്നോട് ചിലപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് ചോദിക്കാറുണ്ട് കോളിഫ്ലവർ റൈസ് തന്നെ ഡെയിലി കഴിക്കാമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഒരാൾക്കൊക്കെ ഒറ്റയ്ക്ക് തയ്യാറാക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയാണ് ഞാനിവിടെ കാണിച്ചത്. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ വേവായി വരാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.